കഫ് സിറപ്പുകളെ പറ്റി ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കളുടെ ആശങ്ക മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ നാം ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഹസൻ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, മാർ ബിസിൽസ് ഹോസ്പിറ്റൽ, കോതമംഗലം. ചുമ എന്നാൽ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലക്സ് ആണ്. ചുമ ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണം മാത്രമേ ഉള്ളൂ. 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമയുടെയും ജലദോഷത്തിൻ്റെയും മരുന്നുകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. 6 മാസത്തിനും 2 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് പീഡിയാട്രിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം ചുമയുടെ മരുന്ന് കൊടുക്കാവുന്ന ചില കണ്ടീഷൻസാണ്: 1 ബ്രോങ്കലൈറ്റിസ്, 2 ബ്രോങ്കിൽ ആസ്മ. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫിനിലറമീൻ, ക്ലോർഫെനമിൻ മൈലേറ്റ് പോലുള്ള മരുന്നുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. എല്ലാ ചുമമരുന്നും ഒന്നല്ല. ചുമമരുന്നുകൾ പ്രധാനമായും 3 കാറ്റഗറിയാണ് ഉള്ളത്: ബ്രോങ്കോഡൈലൈറ്റിസ്, മ്യൂക്കോലൈറ്റിക്സ്, കഫ് സപ്രസൻസ്. മുതിർന്നവരുടെ മരുന്നുകൾ കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക. സിറപ്പിലുള്ള മരുന്നിൻ്റെ കോൺസെൻട്രേഷനും ഡ്രോപ്സിലുള്ള കോൺസെൻട്രേഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് മരുന്നുകളുടെ ഡോസ് എപ്പോഴും പീഡിയാട്രിഷ്യനുമായി കൺസൾട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചുമ, ജലദോഷം വരുമ്പോൾ ശരീരത്തിൽ ജലാംശം മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യുക, ആവി പിടിക്കുക, നേസൽ ഡ്രോപ്സ് ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡുകൾ നമുക്ക് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഒരു ഡോക്ടറെ കണ്ട് മുൻപുള്ള പ്രിസ്ക്രിപ്ഷൻ വഴി നെക്സ്റ്റ് ടൈം അതേ മരുന്നുകൾ റിപ്പീറ്റ് ചെയ്യുകയും പുറത്തുള്ള ഫാർമസികളിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മരുന്നുകൾ മേടിക്കുന്ന പ്രവണത നാം മാറ്റേണ്ടതാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഈ അടുത്തുണ്ടായ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ് ചുമ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ്. പ്രധാനമായും അത് സിറപ്പിലുള്ള മരുന്നിൻ്റെ പ്രോബ്ലം അല്ല, നേരെ മറിച്ച് ആ മരുന്നിൽ ഉപയോഗിച്ച പ്രിസർവേറ്റീവിൻ്റെ പാർശ്വഫലം മൂലമാണ് ഈ അപകടങ്ങൾ ഉണ്ടായത്. നല്ലൊരു നാളേക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നേറാം. താങ്ക് യു.